7:20 ആകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ECG കാര്യങ്ങളും എടുത്തു. ആകെ ഉണ്ടായ ആക്ഷേപം അദ്ദേഹത്തിൻ്റെ ഗേറ്റിൽ തടഞ്ഞു നിർത്തിയതാണ്. അപ്പോൾ അതനുസരിച്ച് അവിടെ തടഞ്ഞു നിർത്തിയ സ്റ്റാഫിനെ പിരിച്ചുവിട്ടു. അത് ഡെയിലി വേജസുകാരനാണ്. കഴിഞ്ഞ MLA ശുപാർശ എടുത്ത ആളാണ്. അയാളെ പിരിച്ചുവിട്ടു. മറ്റു കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അഡീഷണൽ DHS, DMO, അവിടുത്തെ HOD, ഹോസ്പിറ്റൽ സൂപ്രണ്ട് 4 അംഗങ്ങളെ ചുമതലപ്പെടുത്തി അവരോട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടു. ഈ സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ, ഈ പഞ്ചായത്തുകൾക്ക് കീഴിൽ അവിടെ മരുന്നിനും അതുപോലെ തന്നെ മറ്റ് ശമ്പളം കൊടുക്കാനും ഒക്കെ സാമ്പത്തികമായി പ്രശ്നം യാതൊരു പ്രയാസമില്ല. ഇതൊക്കെ ഫേക്ക് ന്യൂസുകളാണ്. ഒരിടത്തും സാമ്പത്തിക പ്രയാസമില്ല. ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്റ്റാഫിനും അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഒരു പ്രയാസം ഞങ്ങൾക്കില്ല. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ സ്റ്റാഫിനോ ശമ്പളം കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക തടസ്സം ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചില്ല. ഒരു കുട്ടിക്ക് ഒരു അനസ്തേഷ്യ കൊടുത്ത് മാറിയുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു വീഴ്ച, ചികിത്സാ പിഴ ഒരു സ്വകാര്യ ആശുപത്രിക്കെതിരെയാണ് വന്നിരിക്കുന്നത്. കോഴിക്കോട് നിന്നാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും സ്വകാര്യ ആശുപത്രിക്കെതിരെ വന്നാലും സർക്കാർ നടപടിയെടുക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.